എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. വലിയ പെരുന്നാൾ ദിനങ്ങളുടെ സന്തോഷം അവസാനിച്ചിട്ടില്ലാത്ത ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് പെരുന്നാളിൻ്റെ 2ാം ദിവസമാണ്. 1ാം പെരുന്നാൾ കഴിഞ്ഞ് ഇന്ന് 2ാം പെരുന്നാളാണ്. ഈ സുന്ദരമായ വേളയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് കുടുംബ ബന്ധങ്ങൾ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും, നമ്മുടെ കുടുംബ ബന്ധം ഇപ്പം എങ്ങനെയാണെന്നുള്ളത്. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമുക്ക് ശരിക്കും നമ്മുടെ കുടുംബ ബന്ധത്തിന് എത്രമാത്രം സമയം നൽകാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണവും പ്രശസ്തിയും നേടാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ പലർക്കും പ്രിയപ്പെട്ടവരുടെ മുഖം കാണാൻ പോലും സമയം കിട്ടാറില്ല. നമ്മുടെ ഉപ്പാൻ്റെ അച്ഛൻ്റെ കരുതലും അമ്മയുടെ സ്നേഹവും പങ്കാളി ഭാര്യയുടെ കുട്ടികളുടെ ചിരി, ഇവയൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് സമ്പത്ത് അതൊക്കെയാണ്. എന്നാൽ ഈ ബന്ധങ്ങളുടെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴാണ്. അവരില്ലാതാവുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ വാപ്പയാകാം, ചിലപ്പോൾ ഉമ്മയാവാം, അല്ലെങ്കിൽ ഭാര്യയാവാം, അല്ലെങ്കിൽ ഏതൊരു മക്കളാവാം. അവരില്ലാതാകുമ്പോഴാണ് നമ്മൾ ഈ കുടുംബ ബന്ധത്തിൻ്റെ വിലയൊക്കെ നമ്മൾ ഇരുന്ന് ചിന്തിക്കുക. ഈ കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. എന്നാൽ ഇന്ന് പെരുന്നാൾ വന്നാൽ പോലും, സാധാരണ ദിവസമല്ല, പെരുന്നാൾ വന്നാൽ പോലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഓരോരുത്തരായി ഇരുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ. സ്നേഹവും സന്തോഷവും പങ്കുവെക്കേണ്ട ഇത്തരം വിശേഷ ദിവസങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഒത്തൊരുമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര സങ്കടമാണ് ഒന്ന് ചിന്തിച്ച് നോക്കാൻ. ശരിയല്ലേ? എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു സംഭവമാണത്. സാധാരണ ദിവസങ്ങളിൽ ഇല്ല, ഒരു പെരുന്നാളിനെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു വിശേഷ ദിവസങ്ങളിൽ എല്ലാവരെയും വിളിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാതെ പ്രവാസികളായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവരൊക്കെ ഓർക്കുമ്പോൾ അവരുടെ വിഷമവും നാട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആ വേദനയും എത്രമാത്രം ഉണ്ടാവുമെന്ന് ചിന്തിച്ച് നോക്കാൻ. ഗൾഫിൽ പോയവരും ഇപ്പോൾ ഇവിടെ ഉള്ളവരും എല്ലാവർക്കും അതറിയാം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ വിശേഷങ്ങൾ പങ്കുവെക്കാനോ നമുക്ക് കഴിയാതെ ആകുമ്പോൾ ആ വീട് വെറും ഒരു തണുത്ത ചുവരുകളായി മാറുന്നു. സ്നേഹവും ബന്ധവും എന്നത് പരസ്പരം മനസ്സിലാക്കലാണ്. ഒരു ചെറിയ സന്ദേശം, ഒരൊറ്റ ഫോണ്, ഒരു വിളി, ഇത്ര മതി ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ. നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാം, ആ സ്നേഹം ആസ്വദിക്കാം. അതിന് നമ്മൾ സ്വയം തയ്യാറാവണം. പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഒരുപാട് പുറത്തു കൂടെ ഉണ്ടാവും, അതെല്ലാം അങ്ങനെ നടക്കും. പ്രശ്നങ്ങൾ തീർന്ന ഒരാളും ഈ ലോകത്തിലില്ല. നിങ്ങളെ കുടുംബത്തോട് ഇന്ന് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചത് എപ്പോഴാണ്? പെരുന്നാളായിട്ട് ഇന്നലെ ഇന്നൊക്കെ നിങ്ങൾ എപ്പോഴാണ് ഒരു വിളി വിളിച്ച്, അല്ലെങ്കിൽ എന്താണ് സ്നേഹം പ്രകടിച്ച്? ഇതൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ അറിയുമെങ്കിൽ, ഓർമ്മ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും.